ഹലോ വെൽക്കം ബാക്ക് ടു പ്രിൻസീസ് ടേസ്റ്റ് സ്റ്റൈൽ. ഇന്ന് അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. പാർട്ടികളിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ബട്ടർ സ്കോച്ച് പൈനാപ്പിൾ പുഡിംഗ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പുഡിങ്ങിനായിട്ട് പൈനാപ്പിളൊക്കെ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാനൊരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി പോർഷനാണ് കട്ട് ചെയ്തത്. ഇവിടെ ഒരു പാത്രത്തിൽ ചൈന ഗ്രാസ് ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ആവശ്യത്തിന് പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഈ ഒരു സമയത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അടുത്തൊരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് സോക്ക് ചെയ്ത ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഈ ചൈന ഗ്രാസ് എല്ലാം ഇതിലേക്ക് നന്നായി അലിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും. ഇവിടെ ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ വിളയിച്ചെടുത്ത പൈനാപ്പിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നല്ല തിളപ്പിച്ച പാല് അരിച്ചൊഴിച്ച് കൊടുക്കുവാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. പതുക്കെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആകാൻ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 3-4 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് ഇതിനുള്ളൊരു ടോപ്പിംഗ് ഞാൻ ഉണ്ടാക്കുവാണ്. അതൊരു ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റിലുള്ളൊരു ടോപ്പിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റായി വരും. പിന്നീട് ഇതൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ്. പൊടിക്കുക എന്ന് വെച്ചാൽ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിംഗ് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.